സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ്. ഓരോ ദിവസവും 1 ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ 15 കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും. മൈ ജിയോ ഓണം മാസോണം സീസൺ 2 3D ആക്കാന്നുള്ളത് എന്തായിരുന്നു ലേറ്റസ്റ്റ് സ്റ്റേജിൽ വന്ന പ്രോസസ്? ഭയങ്കര ആഗ്രഹമുള്ളായിരുന്നു. ഷൂട്ടിങ് തുടങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ എന്തായാലും 3D വേണം. നമ്മൾ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് അതിനകത്ത് വേറെ ചെയ്യാതിരിക്കാം. പക്ഷെ 3D എന്തായാലും ചെയ്യണം. കാര്യം ഇത് ഇങ്ങനെ എല്ലാ സിനിമയ്ക്കും 3D ചെയ്യാൻ പറ്റില്ല. 3D ചെയ്യണമെങ്കിൽ അതിന് അങ്ങനത്തെ സ്കോപ്പ് വേണം, വിഷ്വലിയും ഒക്കെ. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മൾ ജിയോതിക്കാവ് എന്ന് പറയുന്ന ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൻ്റെ ഇതിനകത്ത് ചെറിയൊരു മാജിക്കൽ റിയലിസം ഫാൻറ്റസി പരിപാടികളൊക്കെ ഉണ്ട്. അതും എല്ലാമായിട്ട് ആ ജിയോതിക്കാവിനെ ആൾക്കാർക്ക് അതിൻ്റെ ഉള്ളിലിരുന്ന് ആ ജിയോതിക്കാവിലിരുന്ന് ആൾക്കാർ സിനിമ കാണണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ആക്ഷൻ രംഗങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വിഷ്വലി നിങ്ങളുടെ മുഖത്തേക്ക് എന്തെങ്കിലും തെറിച്ച് വരുന്നതോ അങ്ങനത്തെ പരിപാടികൾ, അങ്ങനത്തെ 3D പരിപാടികൾ മാത്രമല്ല, അത് കുറച്ചും കൂടെ ആൾക്കാർക്ക് ഇൻവോൾവ് ആയിട്ടിരുന്ന സിനിമ കാണാൻ വേണ്ടിയിട്ട് വേറൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ 3D സിനിമയിൽ ഒരു ഇമോഷണൽ സീൻ കാണുമ്പോൾ പോലും നിങ്ങൾ കാണുന്നത് അത് 3 ഡയമെൻഷനിലായിട്ടാണ്. അത് ഈ സിനിമയ്ക്ക് ഭയങ്കര ആവശ്യമുണ്ടെന്ന് തോന്നിയിരുന്നു ഞങ്ങൾക്ക്. ജയതിഷേന്റെ ഫസ്റ്റ് ഫിലിം ഇവിടത്തെ ആദ്യത്തെ ഇത് നിയർലി 400 ഫിലിംസ് ആയി. അപ്പോഴാണ് ഇവിടെ അമ്പാണത്തിന്റെ കണക്കൊക്കെ പറഞ്ഞ എല്ലാവരും ഈ എളിയ കലാകാരിയോട് ക്ഷമിക്കൂ. അന്ന് ഷൂട്ടൊക്കെ ചെയ്യുമ്പോഴേ സെറ്റിലേക്ക് ചെല്ലുമ്പോൾ എന്തായിരുന്നു ആ ഒരു വൈബ്? അല്ല, 3Dയുടെ എന്താണ് സാധ്യത എന്ന് അറിയില്ല. ഞാൻ 3D കണ്ടിട്ടില്ല. ഞാൻ അഭിനയിച്ചിട്ട് തിരുവനന്തപുരത്ത് ചെന്നതിന് ശേഷമാണ് നമ്മുടെ പ്രൊഡ്യൂസർ സുരേഷ് കുമാർ പറഞ്ഞത് അത് 3D ആണ്, അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താ 3D? 3D എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, കണ്ണട വെച്ച് കാണുമ്പോൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ അടുത്ത് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, ഇന്ത്യയിലെ ഫസ്റ്റ് 3D ഏഷ്യയിലെ എന്നൊക്കെ പറയാം. അപ്പോൾ അത് അഭിനയിക്കുമ്പോൾ ഞാൻ അതിനു മുമ്പ് കാര്യമായിട്ട് ഷൂട്ടിംഗ് ഒന്നും കണ്ടിട്ടില്ല. ഈ ഫിലിമിൻ്റെ വിലയൊന്നും എനിക്ക് അതൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ടെൻഷനില്ല. കോളേജ് ക്ലാസ് കൈകാര്യം ചെയ്യുന്ന പോലെ ക്യാമറ അനൗൺസർ അങ്ങ് ഡയലോഗ് അങ്ങ് കാച്ചി. അപ്പോൾ ക്യാമറാമാൻ അശോക് കുമാറായിരുന്നു. അതേ ചോദിച്ചു ഫസ്റ്റ് ടൈം ആണോ ആക്ട് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു അതെ. തോന്നുന്നില്ലോ എന്ന് പറഞ്ഞു. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചിരുന്നാൽ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അറിയാമായിരുന്നു അയ്യോ വേസ്റ്റ് ആവോ എന്നുള്ള പേടിയൊന്നും. ഇത് പേടിയൊന്നും ഇല്ല, ഡയലോഗ് അങ്ങോട്ട് കത്തിച്ച് വിടുകയാണ്. ഫിലിം വേസ്റ്റ് ആവുന്ന അത് അറിയില്ല. ഇപ്പൊ ഡിജിറ്റൽ പരിപാടി അല്ല. അന്ന് പണ്ട് കുറെ ടേക്ക് എടുക്കുന്നവരെ ഫിലിം തിന്നുന്നവർ എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. ഫിലിം തീനി എന്നൊക്കെ വിളിക്കുന്നത്. ഞാനും അത് ഫിലിമിൽ വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ ആകെ ഫിലിമിൽ വർക്ക് ചെയ്തിട്ടുള്ളത് അസിസ്റ്റന്റ് ആയിട്ടുള്ള പടത്തില്, അത് ഫിലിമിലായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് തിരക്കഥ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയില്. പക്ഷെ ആ സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ടേഴ്സ് അത്രയും പെർഫെക്റ്റ് ആവണം. അല്ലാണ്ട് വന്ന് കഴിഞ്ഞിട്ട് വെറുതെ എന്തെങ്കിലും ചെയ്തു പോകുക അതൊന്നും പറ്റില്ല. മറ്റേ ഇതിപ്പോ എത്ര ടേക്ക് വേണമെങ്കിലും എടുക്കാമല്ലോ. ആ സമയത്ത് ആക്ടേഴ്സ് എല്ലാം കൂടി ഇരുന്ന് അല്ലേ, പിന്നെ ഡയലോഗ്സ് ഒക്കെ പഠിച്ച് അവർ തമ്മിലുള്ള ഒരു ഇതൊക്കെ കെമിസ്ട്രി ഒക്കെ റെഡി ആയിട്ടാണ് തോന്നുന്നു. കരവനൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ആക്ടേഴ്സ് കുറച്ചും കൂടി നന്നായിട്ട് വരിക ഇതെടുക്കുമ്പോൾ. എല്ലാവർക്കും അപ്പോൾ ആക്ടേഴ്സ് ആവാനും പറ്റില്ല. അല്ല, ഈ അത് ഫിലിമില് പിന്നെ ഇപ്പോഴത്തെ സിനിമയിൽ സിംഗ് സൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോംപ്റ്റിംഗ് ഒന്നും ഇല്ല. കാണാതെ പഠിച്ചേ പറഞ്ഞേ പറ്റൂ. അപ്പൊ അതിനൊക്കെ ഒരു ആക്ടേഴ്സ് എക്വിപ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു കഴിവുണ്ടെന്ന് അർത്ഥം. കാരണം എല്ലാം പ്രോംപ്റ്റിംഗ് കേട്ടിട്ട് ഡയലോഗ് പറയുന്നതും അല്ലാതെ നമ്മൾ പഠിച്ച് പറയുന്നതൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള സാധ്യതകൾ ഓരോ ദിവസം കഴിയും തോറും അത് രണ്ടിലും ഉണ്ട് കേട്ടോ. ഇപ്പൊ ഏതൊരാൾക്കും നമുക്ക് അഭിനയിക്കാനുള്ള ഒരു സാധ്യതയും കൂടിയാണ് ഇപ്പോ ഡിജിറ്റൽ തുറന്നു കൊടുക്കുന്നതും കൂടെ. അതുകൊണ്ട് ഇതിനകത്തെ സാധ്യത എന്ന് പറയുന്നത് 3 റോളുകൾ കൈകാര്യം ചെയ്യുന്ന ടോവിനോ, അതേപോലെ തന്നെ സുരഭിക്കും ചലഞ്ചിങ് ആണ്. രണ്ട് ഗെറ്റപ്പ് ഉണ്ട്, 2 പ്രായത്തിലുള്ള കഥാപാത്രമാണ്. അപ്പൊ അത് വെല്ലുവിളിയാണ്. ഒരു നല്ല കഥാപാത്രം കിട്ടുകയല്ലേ, അതിന് 2 ഗെറ്റപ്പോട് കൂടി കിട്ടുക എന്ന് പറയുമ്പോൾ വളരെ ചലഞ്ചിങ് ആണ്. സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ്. ഓരോ ദിവസവും 1 ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ 15 കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും. മൈ ജിയോ ഓണം മാസോണം സീസൺ 2.